എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കറിയാം പല ഫാക്ടേഴ്സും നമ്മുടെ പഠിത്തത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വരാനിരിക്കുന്ന മാസങ്ങൾ, ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷകൾ PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മാസങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ സ്ട്രെസ്സ് കൂടും. അതുപോലെ പഠിത്തം, ഈ പറയുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡീസ് കൂടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ ഉറക്കമില്ലാതിരിക്കുന്ന രാത്രികൾക്കൊക്കെ നമ്മുടെ ശരീരത്തിനൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു എഫക്റ്റ്, അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം പലതരം ഭക്ഷണം എന്ന് പറയുന്നത് ചില സമയത്ത് പലതരം എനർജി ആയിരിക്കും, അറിയാമല്ലോ. അപ്പോൾ വ്യത്യസ്ത തോതിലുള്ള എനർജി ആയിരിക്കും പല ഭക്ഷണവും നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എല്ലാ സമയത്തും വ്യത്യസ്തമായ ഭക്ഷണം ട്രൈ ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ പറയുന്ന എനർജി വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന രോഗത്തിനുള്ള സാധ്യത കുറക്കാൻ നമുക്ക് പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്കെപ്പോഴും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ മുമ്പോട്ട് പോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ബെനിഫിഷ്യൽ ആവുക എന്നുള്ളത്. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അസുഖം വരാനോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ നമ്മൾ എന്താണോ ശീലിച്ച് വന്നിരുന്നത്, ഇപ്പോൾ ഇത്രയും കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 മാസം നമ്മളെ ഡെയിലി റൂട്ടീനിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണ രീതി എന്താണോ അത് ഫോളോ ചെയ്യുന്നത് ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളിൽ, അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന 2-3 മാസങ്ങളിലുള്ള പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അസുഖങ്ങൾ, ഉറക്കം, അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ, എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ നമുക്കിപ്പോൾ ഈ പഠിത്തത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങൾ. കാരണം ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻഡായിട്ട് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടൈം ടേബിൾ തെറ്റും, അതുപോലെ ഈ പറഞ്ഞ പോർഷൻസ് എക്സാമിൻ്റെ പെർഫോമൻസൊക്കെ ബാധിക്കും. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ മാക്സിമം ഔട്ട്പുട്ട് എഫിഷ്യൻസി നമുക്ക് പഠിത്തത്തിൽ ആവശ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു രീതി ഭക്ഷണത്തിലും അതുപോലെ തന്നെ അസുഖങ്ങളെ നിയന്ത്രിക്കുന്നതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. ബൈ, ടേക്ക് കെയർ.